ഗുരുവായൂർ പോകുന്ന ആൾക്കാരായിരിക്കുമല്ലോ എല്ലാവരും. ഗുരുവായൂരപ്പന്റെ ഏറ്റവും പരമഭക്തനായിട്ടുള്ള ആഞ്ഞം തിരുമേനി, ആഞ്ഞം മാധവൻ നമ്പൂതിരി, അദ്ദേഹം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒന്നാണ്. ഞാൻ പലയിടത്തും അത് കൊട്ടിയാരുണ്ട്, കേട്ട ആൾക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കാം. അദ്ദേഹത്തിന് ഈ പ്രായമായതുകൊണ്ട് ഈ അമ്പലത്തിന്റെ ഉള്ളിൽ വരി നിന്ന് ക്യൂ നിന്ന് നാലമ്പലത്തിന്റെ വാതിലിന്റെ ഇടയിൽ കൂടെ ഇടിച്ചു കയറി അകത്ത് പോയി തൊഴാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അദ്ദേഹം ചെയ്തിരുന്നത് വല്ലപ്പോഴും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ആ കൊടിമരത്തിന്റെ മുമ്പിലുള്ള വലിയ ഭണ്ണാരത്തിന്റെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ നമുക്ക് കുഴപ്പമില്ലാതെ കാണാം അല്ലെ? ആ കൊടിമരത്തിന്റെ മുമ്പ് പോയി നിന്ന് തൊഴിലുണ്ടോ? ഗുരുവായൂര് നിങ്ങൾ ശ്രീകോവിലിന്റെ മുമ്പിലുള്ളതിനേക്കാൾ ചൈതന്യമുള്ളൊരു സ്ഥലം ഏതാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ആ ഭണ്ണാരത്തിന് മുമ്പിലുള്ള ആ ഒരു കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, നമ്മളോട് ഇങ്ങനെ കൊട്ടി മാറി എന്ന് പറയില്ലേ, ഭണ്ണാരത്തിന് മുമ്പിൽ ഈ ആൾക്കാർ ഈ കൊലയും കയറും ഒക്കെ വെച്ചു കൊടുക്കും. അവിടെ അങ്ങനെ അടിക്കും അവിടെയുള്ള കാവൽക്കാർ, നീങ്ങുന്നു. കാരണം ഇടയിൽ ക്യൂ വിടാത്ത സമയത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ വൃത്തിയായിട്ട് കാണാം. പാവം തിരുമേനി വയസ്സായിട്ട് എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ക്യൂ വിടുന്നില്ല നോക്കി ഈ ഭണ്ണാരത്തിന് മുമ്പിൽ പോയി നിന്ന് ഗുരുവായൂരപ്പനെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഭഗവാനോട് പറയുന്നു, കൃഷ്ണ, ഞങ്ങൾക്ക് അങ്ങേ കാണാൻ സാധിക്കുന്നില്ല. അങ്ങേ കാണണമെങ്കിൽ 6 മണിക്കൂർ ക്യൂ നിൽക്കണം. 1 സെക്കൻഡോ 2 സെക്കൻഡോ കണ്ടാൽ കണ്ടു. ഒരു കൈ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നതേ പിന്നെ അറിയുന്നുള്ളൂ. ഒരു തിലകമോ ഒരു ഓടക്കുഴലോ ഒരു പട്ടൊക്കെയാണ് ചിലപ്പോൾ കാണുക, ആ കഥ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങേ വൃത്തിക്ക് കാണാൻ സാധിക്കില്ല കൃഷ്ണ. പക്ഷെ അങ്ങേക്ക് ഞങ്ങളെയൊക്കെ വൃത്തിക്ക് കാണാനോ ഒരു കുഴപ്പമില്ലല്ലോ ഇത്. ഗുരുവായൂരപ്പ, അങ്ങേക്ക് ഞങ്ങളെ നന്നായിട്ട് കണ്ടൂടെ? അങ്ങ് നോക്കുന്നിടത്തൊക്കെ ഞങ്ങളില്ലേ? അങ്ങേക്ക് ഞങ്ങളെ എവിടെ വേണമെങ്കിലും വന്ന് നോക്കിക്കൂടെ? ഞങ്ങളുടെ ദേഹത്തുനിന്ന് കണ്ണെടുക്കരുത് ഭഗവാനെ അന്തർവാദിച്ചിട്ടുണ്ട്. കൃഷ്ണ, എന്റെ ഈ ദേഹത്തിന്റെ മുകളിൽ നിന്നുള്ള അവിടുത്തെ കണ്ണുണ്ടല്ലോ, അത് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണേ. എന്റെ ദേഹത്തുനിന്ന് കണ്ണെടുക്കരുതേ കൃഷ്ണ എന്നാണ്. പല ചേച്ചിമാരും ഏട്ടന്മാരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമില്. ഗുരുവായൂർ പോയി കാണാൻ പറ്റിയില്ല വ്യാസൻ പറഞ്ഞ പോലെ ശിവയില് കാണാൻ പറ്റിയില്ല വ്യാസൻ. എന്തൊരു തിരക്കാണ്, എന്തൊരു ബഹളമാണ്, ഇങ്ങനെയാണോ ഭക്തരോട് പെരുമാറുന്നത്? കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ. ഞാൻ മുഴുവൻ ആൾക്കാരെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഗുരുവായൂർ നമ്മൾ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടു എന്നുള്ളതല്ല, ഗുരുവായൂരപ്പൻ നമ്മളെ കണ്ടു എന്നുള്ളത് പരിശോധിക്കുക. 1 മണിക്കൂർ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് തൊഴുന്ന VVIP ചിലപ്പോൾ ആ ഉണ്ണി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ ഭഗവാൻ കണ്ണടച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? പ്രധാനമന്ത്രിയുടെ പേരക്കുട്ടിയുടെ അനിയന്റെ മോൻ, അങ്ങനെ ആളില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഈ സ്പെഷ്യൽ പ്രൊവിഷൻ വെച്ച് ഗുരുവായൂർ വന്ന് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പോയി ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണടച്ചാൽ ഭഗവാൻ ആ കുട്ടി, ഇയാളിപ്പോ വന്നിട്ട് എന്നെ കാണണ്ട, എനിക്ക് അയാളെ കാണണ്ട എന്ന് പറഞ്ഞ അകത്തിരിക്കുന്ന ഉണ്ണി ഗുരുവായൂരപ്പൻ അദ്ദേഹം കണ്ണടച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നേരെ മറിച്ച് ഒരു പാവ അമ്മ കൂട്ടി വെച്ച് ചില്ലറ കൂട്ടി വെച്ച് ഒരു ദിവസം ഗുരുവായൂർ പോയി ആ ശ്രീകോവിലിന്റെ മുമ്പിലൂടെ പോകും, മാറെന്ന് പറഞ്ഞൊരു കൈ വന്ന് ഇങ്ങനെ പോയതേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ അമ്മയെ ഗുരുവായൂരപ്പൻ കണ്ടിട്ടുണ്ട്. അമ്മ ഗുരുവായൂരപ്പനെ കണ്ടിട്ടുള്ളതെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ മഹാദേവൻ ഓരായിക്കോട്ടെ, ഞാൻ എപ്പോഴും ഗുരുവായൂരപ്പനെ കൂടുതൽ ലിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ അടുത്ത് പറയുന്നു, എന്തിനാണ് ഈ ഉണ്ണി പാവം എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് ഓരോ തരത്തിൽ ഡ്രസ്സ് ചെയ്ത്, രാവിലെ ഒരു ഡ്രസ്സ് ഉച്ചയ്ക്ക് ഒരു ഡ്രസ്സ്, എന്തിനാ ഭഗവാൻ ഇങ്ങനെ മാറ്റണേ? ഭഗവാൻ ഭയങ്കര റിച്ച് ആയതുകൊണ്ട്, പൈസ കൂടിയോണ്ട്, എന്റെ നാട്ടിലൊക്കെ പറയും കഴിച്ചിട്ട് ഈ എല്ലിന്റെ ഇടയിൽ കുത്തണം, അതാണോ? നെവർ. എന്നെ കാണാൻ വരുന്ന പാവങ്ങൾ, അവർക്ക് എന്റെ ഈ രൂപം കണ്ട് അവരുടെ വിഷമം, അവരുടെ മനസ്സിലെ സങ്കടം 1 മിനിറ്റെങ്കിലും ഒന്ന് കുറയുന്നുണ്ടെങ്കിൽ എന്ത് വേഷം കെട്ടാനും ഞാൻ റെഡിയാണ്. പാവം ആലോചിച്ചു. ചില ദിവസം ആരുടെ പുറത്ത് കയറിയിരിക്കും, ചില ദിവസം കാല് രണ്ടും കടച്ചു വെച്ച് ഓടക്കോയിൽ വായിച്ച് കാണിച്ചു കൊടുക്കും. ഇന്ന് ഒരു കയ്യിൽ വേണ്ടയും ഒരു കയ്യിൽ ഓടക്കോയിലും വെച്ച് ഇങ്ങനെ നിൽക്കുന്ന രൂപത്തിലാണ്. ഇതൊക്കെ ഭഗവാൻ ഫാൻസി ഡ്രസ് കളിക്കാൻ ഭഗവാന് ഭ്രാന്തില്ല. ഭഗവാൻ എന്ത് വേഷം കെട്ടിയാലും ഭഗവാനാണ്. എന്തിനാ ഭഗവാൻ വേഷം കെട്ടണേ? നമ്മുടെ വിഷമം മാറ്റാൻ. പാവം അതിനൊരു കുട്ടിയില്ല ആ അമ്മയ്ക്ക്. എന്നെ കാണുമ്പോൾ ആ കുട്ടിയില്ലാത്ത വിഷമം കുറച്ചു നേരം കുറയുന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ഒരു കുട്ടിയായിട്ട് ഞാൻ നിൽക്കുന്നു. അതാണ് ഭഗവാന്റെ കാരുണ്യം.
അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ കാരുണ്യ സിന്ധു എന്ന് മേപ്പത്തൂര് വിളിച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഗുരുവായൂർ മാത്രമല്ല, ഏത് ക്ഷേത്രത്തിലും നമ്മുടെ മക്കളെ ഭഗവാന് കാണിച്ചു കൊടുക്കണം. ഭഗവാനെ കണ്ടോ, ഇനി ഞങ്ങൾക്ക് ശേഷം അങ്ങേക്ക് ധാര നടത്താൻ, അങ്ങയുടെ ദേവതി ഉത്സവം നടത്താൻ ഇതാ ഇവനൊക്കെയാണ് ഉള്ളത്, ഇവനെ അനുഗ്രഹിക്കണേ ഭഗവാനെ. ഭഗവാൻ എത്ര കണ്ട് സന്തോഷിക്കുന്നു നിങ്ങൾക്കറിയും. നിങ്ങൾ 2000 കുടം കൊണ്ട് ജലധാര നടത്തിയതിനേക്കാൾ കൂടുതൽ ഭഗവാൻ മഹാദേവൻ സന്തോഷിക്കും. കാരണം ഭഗവാൻ ഏറ്റവും ഇഷ്ടം വരുന്നൊരു തലമുറ ഭഗവാനിലേക്ക് തിരിയുന്നതാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഭഗവാന്റെ നന്ദിയെ പോലെ ആവണം നമുക്ക്. എന്തൊക്കെ പ്രലോഭനങ്ങൾ അപ്പുറത്തുണ്ടാവും ഇപ്പുറത്തുണ്ടാവും. ഇപ്പുറത്തെ തടപ്പള്ളിയിൽ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ടാവും, ഇപ്പുറത്തെ തടപ്പള്ളിയിൽ പാൽപ്പായസം ഉണ്ടാകുന്നുണ്ടാവും. നെവർ മൈൻഡ്, ഭഗവാന്റെ മുഖത്തേക്കല്ലാതെ നന്ദി എവിടേക്കെങ്കിലും നോക്കുന്നത് കണ്ടിട്ടുണ്ടാവും. നന്ദിയെ കാണുമ്പോ ഓ നല്ലൊരു പ്രതിമ എന്ന് പറഞ്ഞാൽ അതിന്റെ ചെവി പോയി ലോകത്തുള്ള കുരുട്ട് മൊത്തം വിളിച്ചു പറയല്ല വേണ്ടത്. ഭഗവാനെ അങ്ങേ പോലെ ആവാൻ ഞങ്ങൾക്ക് സാധിക്കണേ എന്ന് ഒരിക്കൽ പറയും, ഒറ്റ തവണ. അങ്ങേ പോലെ ആവാൻ, എപ്പോഴും ഭഗവാനെ നോക്കാൻ. ഭഗവാനെ നോക്കാൻ എന്ന് വെച്ചാൽ ഫോണിൽ ഗുരുവായൂരപ്പന്റെ വാൾപേപ്പർ വെച്ച് ഞാനും വെച്ചിട്ടുണ്ട്. ഇതല്ല, മനസ്സിലാണ് ഭഗവാൻ ഉണ്ടാകുന്നത്. മനസ്സിൽ എപ്പോഴും ഭഗവാനെ അങ്ങ് ഉണ്ടാവണേ. ആ പ്രാർത്ഥന വേണ്ടത്. മനസ്സിൽ ഗുരുവായൂരപ്പനുള്ള, മനസ്സിൽ അയ്യപ്പസ്വാമിയുള്ള, മനസ്സിൽ മഹാദേവനുള്ള ഒരു കുട്ടിയും, again I am coming back to the point, അപ്പുറത്ത് നിൽക്കുന്ന കുട്ടിയുടെ നെഞ്ചാൻ കൂടെ അടിച്ച് പൊളിക്കില്ല. അതിനവരെ ശീലിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. ഞാൻ എല്ലായിടത്തും പറയാനുള്ള പോയിന്റാണ്, പറഞ്ഞ് എനിക്ക് എന്റെ ബൈഹേർട്ട് ആയിട്ടുള്ള പോയിന്റാണ്. കൃത്യമായിട്ടുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം കൊടുത്ത് വളരുന്ന ഒരു തലമുറ ഒരിക്കലും ഒരു പൊടിയും വലിച്ചു പോകുകയില്ല. ഒരു കൗണ്ടറിന്റെ മുമ്പിൽ അവർ ക്യൂ നിൽക്കില്ല. എപ്പോഴെങ്കിലും ജീവിതം തളർന്നു പോകുന്നു, ഇനി ഒരു ജീവിതം മുന്നോട്ടില്ല എന്ന് തോന്നിയാൽ എവിടെയാണ് മണ്ണെണ്ണ വെച്ചിരിക്കുന്നത്, എവിടെയാണ് വലിയ ഷോള് വെച്ചിരിക്കുന്നത്, എവിടെയാണ് ബ്ലേഡ് വെച്ചിരിക്കുന്നത് എന്ന് അവർ പോയി അന്വേഷിക്കില്ല. കാരണം അവർക്ക് ഉറപ്പാണ്, അവർക്ക് ഒരു മഹാദേവനുണ്ട്, അവർക്കൊരു ഗുരുവായൂരപ്പനുണ്ട്, അവർക്കൊരു അയ്യപ്പസ്വാമിയുണ്ട്. ആ ഉറപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് ചെറുപ്പത്തിലാണ്. ഭാഗവതം വായിക്കുന്ന ഒരു അമ്മ എന്നെ ഇവിടെ വിളിച്ചിരുന്നു. അമ്മ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അമ്മ ആരാന്നൊന്നും നിങ്ങൾ അറിയണ്ട. ആ അമ്മ പറഞ്ഞൊരു കാര്യമാണ്, ഭാഗവതം പോലത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ഭാഗവതത്തിൽ താല്പര്യമില്ലെങ്കിൽ പോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഭാഗവത്തിലൊരു സന്ദർഭം ഇവിടെ പറയാൻ പറ്റിയ സന്ദർഭം, പ്രഹ്ലാദൻ അസുര കുട്ടിയാണ്. ഹിരണ്യകശിപു എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡിന്റെ മകനാണ്. എന്നിട്ടും ആ ഭഗവാനിനോടുള്ള അനന്തമായിട്ടുള്ള ഭക്തി ഉള്ളത് കൊണ്ട് കുഞ്ഞു കുട്ടികളോട് പ്രഹ്ലാദൻ പറയുന്നു. പ്രഹ്ലാദൻ എപ്പോഴും സന്തോഷിച്ചിരിക്കുന്നത് കണ്ടിട്ട് കുട്ടികൾ വന്ന് ചോദിക്കുകയാണ്, ഇതാ ഇപ്പൊ ഇന്ന് കണ്ടല്ലോ കുറെ കുട്ടികളുടെ അവസ്ഥ. അതുപോലെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾ വന്ന് പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, എടോ തന്റെ അച്ഛൻ ഭരിക്കുന്ന രാജ്യത്താണ് ഞങ്ങളും ജീവിക്കുന്നത്, ഞങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സാധനമില്ല, എവിടെ നോക്കിയാലും കൊലയും ഈ കൊള്ളിവെപ്പും. പക്ഷെ നിനക്ക് മാത്രം എവിടെ നിന്നാണ് ഇത്ര ആനന്ദം, നിനക്ക് മാത്രം എവിടെ നിന്നാണ് ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നത്? പ്രഹ്ലാദൻ ഈസി ആയിട്ട് മറുപടി പറയുന്നു, കൂട്ടുകാരെ എന്റെ മനസ്സിൽ ഗുരുവായൂരപ്പനുണ്ട്. അപ്പൊ പ്രഹ്ലാദനോട് കുട്ടികൾ വീണ്ടും ചോദിക്കുന്നു, ഗുരുവായൂരപ്പൻ എങ്ങനെ കിട്ടുക? പ്രഹ്ലാദൻ പറയുന്നു, ഇപ്പോഴേ തുടങ്ങിക്കോ. ചെറിയ പ്രായമാണ്, നമുക്കിപ്പോ എളുപ്പമാണ് കിട്ടാൻ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ മനസ്സിലേക്ക് കാമചിന്തകൾ വരും. അപ്പുറത്തൊരു പെൺകുട്ടിയെ പോകണ്ടു കഴിഞ്ഞാൽ ആ കൊള്ളാം എന്നുള്ള തോന്നൽ വരും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എങ്ങനെ പ്രീ വെഡിങ് ഷൂട്ട് നടത്തണം, എങ്ങനെ ഹണിമൂൺ പ്ലാൻ ചെയ്യണം എന്നുള്ള ചിന്തകൾ വരും. അതും കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതചര്യ, എന്റെ കാലം നല്ല വേദനിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാലം നീട്ടി വെച്ചത്, എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ചിന്ത വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങിക്കോളൂ എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കും പറയാനുള്ളത് ഇതേ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ, ആർക്കോടെങ്കിലും നിങ്ങൾക്ക് ഒരു വെറുപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ വെറുപ്പ് മാറ്റിവെച്ച് ആ വെറുപ്പിനെ ഭഗവാനിലേക്ക് തിരിച്ചു വിടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മഹാദേവന്റെ ഭക്തനാണ് ഞാൻ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതിന് നിങ്ങൾക്ക് ഇപ്പൊ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് തന്ന വാസനാഫലം ഒന്നുകൊണ്ട് മാത്രമാണ്.
അതുപോലെ നിങ്ങൾക്ക് ശേഷം വരുന്ന തലമുറയ്ക്കും അതേ വാസനാബലം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ആയതുകൊണ്ട് അത് പരമാവധി ശ്രമിക്കാനായിരിക്കണം ഈ ഒരു ദേവതി മഹോത്സവം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, അവസാനിപ്പിക്കുന്ന ഒരു ഭാഗത്തേക്ക് പോവാണ്. ഇന്ന് ഗുരുവായൂർ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? മഞ്ജുള ആൽ എന്നാണ് അതിന്റെ പേര്, അല്ലെ? അവിടെ ആരുടെ പ്രതിമ വെച്ചു? ആരുടെ? ഗരുഡന്റെ ഒരു ശില്പം ഗുരുവായൂരിന്ന് അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. അവിടെ പണ്ടുണ്ടായിരുന്നതൊക്കെ മാറ്റി വെങ്കലം കൊണ്ടുള്ള ഗുരുവായൂരുള്ള ഒരു വലിയ ശില്പം നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. ഗരുഡനാണ് ആൽത്തറയിലുള്ളെങ്കിൽ പോലും അവിടെ ആലിന്റെ പേരെന്താണ്? മഞ്ജുള ആൽ എന്നാണ്. കിഴക്കേ നടക്കില് ഇത് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് മഞ്ജുളാൽ എന്നാണ് അതിന്റെ പേര്. ഭഗവാന്റെ ഒരു ഭക്ത പേരാണ് ആൽ എന്നുള്ളത്. ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പറയാം, അവർ കേൾക്കട്ടെ. പണ്ട് ഗുരുവായൂർ ഒരു മഞ്ജുള എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഭഗവാനോട് അതിര് കവിഞ്ഞ ഭക്തി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു, അല്ലെ? ഭയങ്കരമായ ഭക്തി, ഒരു പ്രേമഭക്തിയുടെ അങ്ങേയറ്റം എങ്ങനെയാണോ അത് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്ന ആളാണ് മഞ്ജുള. മഞ്ജുളയ്ക്കുള്ള ശീലം എന്നും മുടങ്ങാതെ ഗുരുവായൂരപ്പന് വന്ന് ഒരു മാല ചാർത്തുക എന്നുള്ളതായിരുന്നു. എന്നും ചാർത്തി ഗുരുവായൂരപ്പൻ മഞ്ജുള ഇട്ടുകൊടുത്ത മാല ചാർത്തി വളരെ ഭംഗിയായി ആ ശ്രീലോകത്ത് ശോഭിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ എന്തോ യാത്ര പോയത് കൊണ്ടോ ഏതോ ഒരാൾ വന്ന് തടസ്സപ്പെടുത്തിയതുകൊണ്ടോ ഒക്കെ പറയുന്നുണ്ട്, ഒരു ദിവസം അദ്ദേഹത്തിന് ഈ മാല ചാർത്താനുള്ള കറക്റ്റ് സമയത്ത് അമ്പലത്തിലെത്താൻ സാധിച്ചില്ല. മഞ്ജുള ഓടിക്കതച്ച് വരുമ്പോഴേക്കും നട അടച്ചിരുന്നു. ഇന്നേ ദിവസം വരെ മുടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ നട തുറക്കുമ്പോൾ നിർമാല്യത്തിന് മഞ്ജുള ചാർത്തിയ മാല ഭഗവാന്റെ കഴുത്തിൽ ഇങ്ങനെ ശോഭിച്ചുകൊണ്ടേയിരുന്നിരുന്നു. നാളെ നിർമാല്യത്തിന് നട തുറക്കുമ്പോ എന്റെ ഗുരുവായൂരപ്പന്റെ ഭൂമിയിൽ ഞാൻ ചാർത്തിയ മാല ഉണ്ടാവില്ലല്ലോ കൃഷ്ണ എന്ന് പറഞ്ഞ് മഞ്ജുള കരയാൻ തുടങ്ങി. ഭക്തയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീര് ഒരിക്കലും ക്ഷമിക്കാത്ത ആളാണ് ആ ശ്രീലകത്തിരിക്കുന്ന ഉണ്ണി എന്ന് മനസ്സിലായിക്കൊള്ളുക. അതുകൊണ്ട് ഭഗവാൻ പൂന്താനത്തിനെ അയച്ചു എന്നാണ്. പൂന്താനം കരയേണ്ട ഉണ്ണി. എല്ലാ ദിവസവും ഭഗവാന് മാല ചാർത്തുന്നതല്ലേ, ഇന്നിപ്പോ സാധിച്ചില്ല, എനിക്ക് വിഷമം മനസ്സിലാവുന്നു, സാരല്ലേ പോട്ടെ, തൽക്കാലം ഈ മാല ഈ ആലിന്റെ ചുവട്ടിൽ ചാർത്തിക്കോളും, ഭഗവാൻ സ്വീകരിച്ചോളും എന്നാണ് പറഞ്ഞത്. ആൽത്തറയില് പൂന്താനത്തെ നമസ്കരിച്ചുകൊണ്ട് മഞ്ജുള ആ മാല ചാർത്തി. പിറ്റേന്ന് ഗുരുവായൂരപ്പന്റെ നിർമാല്യത്തിന് നട തുറന്നപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു മാല ഭഗവാന്റെ ഭൂമേനിയിലുണ്ട്. അനേകം മാലകൾ ചാർത്തി വിരാജിക്കുന്ന ഗുരുവായൂരപ്പന്റെ ദേഹത്തു നിന്ന് ഓരോരോ മാലകളായിട്ട് മേൽശാന്തി നിർമാല്യം മാറ്റി തുടങ്ങി. എത്രയൊക്കെ മാറ്റിയിട്ടും ഒരു മാല മാത്രം മാറാതെ വീണ്ടും 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 ഭഗവാന്റെ ശരീരത്തിൽ വീണുകൊണ്ടേയിരിക്കുന്നു. നിർമാല്യം തൊഴുതുകൊണ്ടിരിക്കുന്ന പൂന്താനം മേൽശാന്തിയോട് പറയുന്നു, ഇത് മഞ്ജുള ചാർത്തിയ മാലയാണ്. മഞ്ജുള ആ ആൽത്തറയിൽ ചാർത്തിയ മാലയാണ് ഇവിടെ ഗുരുവായൂരപ്പന്റെ ഭൂമിനിയിൽ കാണുന്നത്. അതുകൊണ്ട് മഞ്ജുളയ്ക്ക് മാത്രമേ അത് എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് ആൽത്തറയിലെ മാല കാണാതെ ഓടി വന്ന മഞ്ജുളയുടെ കൈകളിലേക്ക് ഗുരുവായൂരപ്പൻ ആ മാലകൾ ഇട്ടുകൊടുത്തു ശ്രീലകത്തുനിന്നാണ്. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് അതിന്റെ അനുസ്മരണം എന്ന രീതിയിൽ ഗുരുവായൂർ ഒരു വെങ്കല ശില്പം ഗരുഡന്റെ ചാർത്തി അവിടെ അനാച്ഛാദനം ചെയ്യപ്പെട്ടു. അതിന് സോപാനം വായിച്ച പ്രിയപ്പെട്ട ആശ ഇന്നലെ എൻ്റെ കൂടെ, ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആശ പറഞ്ഞു, നാളെ മഞ്ജുളയുടെ നാട്ടിലേക്കാണ് ഞാൻ പോകുന്നത്, ഗുരുവായൂരിലേക്ക് നല്ല പറഞ്ഞത്. നോക്കൂ, ഒരു ഭക്തയുടെ പേരിലാണ് ആ നാട് ഇന്ന് അറിയപ്പെടുന്നത്. ഇന്ന് ഗുരുവായൂരിന്റെ പ്രാധാന്യം ഇന്നേ ദിവസം അറ്റ്ലീസ്റ്റ് മാർച്ച് 1-ാം തീയതി എന്താണ്? മഞ്ജുളായില് ഗരുഡ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട ദിവസം എന്നാണ്. ഗുരുവായൂരപ്പന് പോലും ഇന്ന് രണ്ടാമത്തെ പ്രയോറിറ്റി ഉള്ളൂ. എല്ലാവർക്കും ഇന്ന് കാണേണ്ടത് ആ വലിയ വെങ്കലത്തിന്റെ ശില്പമാണ്. അത് ആരുടെ പേരിലാണ്? മഞ്ജുളയുടെ പേരിലാണ്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ട് എൻ്റെ വീട്ടില് ഞാൻ വളരെ ചെറിയ കുട്ടിയാവുമ്പോ, ഇപ്പോ പുതുക്കനായി എന്ന് കരുതണ്ട, കുറച്ചും കൂടെ ചെറുതായിരുന്ന സമയത്ത് അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങണം എന്നുള്ളത്. അന്നൊക്കെ വലിയ വലിയ വീട്ടിലേ ഉള്ളൂ ഈ ടേപ്പ് റെക്കോർഡറും റേഡിയോ ഒക്കെ. അച്ഛന് FM റേഡിയോ അല്ല, ടേപ്പ് റെക്കോർഡർ തന്നെ വേണം എന്നുണ്ടായിരുന്നു.
അങ്ങനെ പൈസ കൂട്ടി വെച്ച് അച്ഛനൊരു കടയിൽ നിൽക്കുകയായിരുന്നു. കൂട്ടി വെച്ച് പാനസോണിക്കിന്റെ ഒരു ചുവന്ന കളറുള്ള ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങി. അതിലാദ്യം വെച്ച പാട്ട് ഇപ്പോഴും അമ്മ പറയും. രാത്രി ഒരു 7-7:30 മണിക്കാണ് അതുകൊണ്ട് അച്ഛൻ വീട്ടിലേക്ക് വന്നതെന്ന് പറയും. അന്ന് കറണ്ട് കിട്ടിയ ഉടനെ പൈസ കൂട്ടി വെച്ച സാധനം കൊണ്ടൊക്കെ മൂപ്പര് റേഡിയോ വാങ്ങി, ടേപ്പ് റെക്കോർഡർ വാങ്ങി. അന്ന് രാത്രി എല്ലാരെയും കേൾപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ വീട്ടിൽ റേഡിയോ വാങ്ങി എന്ന് എല്ലാരെയും അറിയിക്കാൻ വേണ്ടി അച്ഛൻ വെച്ചൊരു പാട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് അത് കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ആ പാട്ട് തുടങ്ങുന്നത് കണ്ടോ കിഴക്കേ നടക്കൽ മഞ്ജുളാലിന്നു ചാർത്തിയ മാല എന്നാണ്. പി ജയചന്ദ്രൻ എന്ന് പറഞ്ഞ നമ്മളെ വിട്ടുപിരിഞ്ഞ വിശ്വശരീരനായിട്ടുള്ള കലാകാരൻ പാടിയ ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പാട്ടുകളിൽ ഇന്നും ഗുരുവായൂരപ്പന്റെ ഭക്തർ നെഞ്ചോട് ചേർക്കുന്ന ഒരു പാട്ടാണ് കണ്ടോ കിഴക്കേ നടക്കൽ മഞ്ജുളാലിന്നു ചാർത്തിയ മാല. അവിടെ പലതായിട്ട് നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിലുണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ടും കേൾക്കണം. ഗുരുവായൂരിലുള്ള ഓരോരോ കാര്യങ്ങൾ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അവിടെ കോല എഴുന്നള്ളിച്ച് കേശവനുണ്ടോ നടുക്ക് എന്നൊക്കെയാണ് ആ പാട്ടിന്റെ ഇടയിൽ വരുന്ന ഓരോരോ ഭാഗങ്ങൾ. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എങ്കിലും നോക്കൂ, ഈ കഥ ഞാൻ അതിലേക്കാണ് വരുന്നത്. മഞ്ജുളയുടെ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഗുരുവായൂരപ്പന് ആലിന്റെ ചുവട്ടിൽ കൊണ്ടേ മാല കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ചാർത്തുന്നതാണോ? ഇതാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, ഗുരുവായൂർ വരാൻ സാധിച്ചില്ലെങ്കിൽ പറയും ഇത് അവിടെ ഒരു കൃഷ്ണൻ അമ്പലമുണ്ട്, അവിടെ പോയാൽ മതിയായിരിക്കാം, ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഈ മഞ്ജുളയുടെ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് അതല്ല. എന്താ പഠിക്കേണ്ടത്? കുട്ടികളോട് ചോദിക്കുന്നു, കുട്ടികളോട് നിങ്ങൾ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഉണ്ണിയോട് ചോദിക്കുന്നു, മോനെ നീ മഞ്ജുളയുടെ കഥ കേട്ടല്ലോ, നിനക്ക് ഇതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്? ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കുന്നത് ഇന്ന് ഈ വരുന്ന ധർമ്മത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ട, വീണ്ടും ഞാൻ ആ വാക്ക് ഈ പ്രഭാഷണം കഴിയുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും തൊട്ടപ്പുറത്ത് നിൽക്കുന്നവനെ തല്ലിക്കൊല്ലാൻ പാടില്ലാത്ത കുട്ടിയോടാണ്. അവനോട് ചോദിക്കണം നിങ്ങൾ, മോനെ നീ മഞ്ജുളയുടെ കഥ കേട്ടില്ലേ? കേട്ടു അമ്മേ അല്ലെങ്കിൽ അച്ഛ, എന്താണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്? കുട്ടി ചിലപ്പോൾ കുട്ടിയുടെ കുഞ്ഞു ബുദ്ധിയിൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പന് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഗുരുവായൂർ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയെങ്കിലും പൂർണ്ണ മനസ്സോടെ കൊടുത്താൽ അത് ഗുരുവായൂരപ്പൻ സ്വീകരിക്കും. അതല്ല ഈ കഥയിൽ നിന്ന് പഠിക്കേണ്ടത്. അതാണ് നമ്മൾക്ക് ഒറ്റ നോട്ടത്തെ ഈ കഥയിൽ നിന്ന് കിട്ടുന്നത്. അതല്ല ഗുരുവായൂരപ്പൻ മഞ്ജുളയിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താ നോക്കൂ, ഗുരുവായൂർ എല്ലാ ദിവസവും രാവിലെ ഗുരുവായൂർ നട തുറക്കുന്നു വയ്ക്കുന്ന 3 പാട്ടുകൾ. ഏതൊക്കെയാണ്? 1 നാരായണീയം, 2 ഹരിനാമ കീർത്തനം, 3 ജ്ഞാനപ്പാന. ഇതിൽ എഴുത്തച്ഛൻ എഴുതിയ ഗ്രന്ഥം ഏതാ? ഹരിനാമ കീർത്തനം അല്ലെ? മേൽപ്പത്തൂരാണ് നാരായണി എഴുതിയത്, ജ്ഞാനപ്പാൻ എഴുതിയത് പൂന്താനാണ്, എഴുത്തച്ഛൻ എഴുതിയതാണ് ഹരിനാമ കീർത്തനം. ഈ ഹരിനാമ കീർത്തനത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി, അത് കഴിയുമ്പോൾ മാത്രം നമ്മളിങ്ങനെ കാത് കൂർപ്പിച്ച് കേൾക്കുന്ന, ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു തവണയെങ്കിലും ഈ 4 വരി ചൊല്ലാതിരുന്നിട്ടില്ല. ഇതാണ് നിങ്ങൾക്ക് മഞ്ജുളയുടെ കഥയിൽ നിന്ന് പഠിക്കാനുള്ളത്. എന്ത്? യാതൊന്ന് കാൺപതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. എന്ന് വെച്ചാൽ മഞ്ജുള ചാർത്തിയ ആലിന്റെ ചോട്ടിൽ മാത്രമുള്ള ആളല്ല ഗുരുവായൂരപ്പൻ, എല്ലായിടത്തും ഉള്ള ആളാണ് ഗുരുവായൂരപ്പൻ. അത് എന്നിലായിരിക്കാം, നിന്നിലുമായിരിക്കാം. നോക്കൂ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, മഞ്ജുള സിമ്പിൾ, നിങ്ങൾ എത്ര പേര് എന്നോട് അനുകൂലിക്കും എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. കൈപൊക്കണം. നിർത്താൻ വേണ്ടി കൈയടിച്ചതാണോ അറിയില്ല. ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട്, മഞ്ജുള ഇതേ മാല ഈ മാല പിടിച്ച് കരയുമ്പോ പൂന്താനം വന്ന് ആശ്വസിപ്പിക്കുന്നു, മോളെ കരയല്ലേ, ഗുരുവായൂരപ്പനുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ എന്നാണ് പൂന്താനം പറഞ്ഞെന്ന് കരുതുക.
തിരുമേനി, അങ്ങാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ് പൂന്താനത്തിന്റെ കഴുത്തിലാണ് മഞ്ജുള ഈ മാല ചാർത്തിയിരുന്നെങ്കിൽ പിറ്റേന്ന് നട തുറക്കുമ്പോ ഗുരുവായൂരപ്പന്റെ ദേഹത്ത് ഈ മാല ഉണ്ടായിരിക്കും എന്ന് തോന്നുന്ന ആൾക്കാർക്ക് കൈവെക്കുമോ? ആരുമില്ലേ? ഇന്ന് അങ്ങനെയാണ് കേട്ടോ. കുറച്ച് ആൾക്കാരെ വെക്കുന്നുണ്ട്. പോട്ടെ, അവിടെ ഒരു കുട്ടി, ഒരു പാവം കുട്ടി ഇരുന്ന് കരയുന്നുണ്ട്. അതിന് കളിക്കാനൊന്നുമില്ല. പൂന്താനം പറയുന്നു, മോളെ ആ ചെറിയ കുട്ടിക്ക് ഈ മാല കൊടുത്തേക്ക്. ഗുരുവായൂരപ്പൻ സ്വീകരിക്കുന്നു. പൂന്താനത്തിന്റെ വാക്ക് കേട്ട് മഞ്ജുള ആലിന്റെ അടിയിൽ മാല ഇടാതെ ആ കുഞ്ഞെ കുട്ടി എടുത്ത്, മോനെ ഇത് കയ്യിൽ വെച്ച് കളിച്ചു. പിറ്റേന്ന് നട തുറക്കുമ്പോ ഗുരുവായൂരപ്പന്റെ ദേഹത്ത് മാല ഉണ്ടാവും, മാല ഉണ്ടാവില്ലേ? ഉണ്ടാവും. സിമ്പിൾ. അതാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. എല്ലായിടത്തും ഉള്ള ആളാണ് ഗുരുവായൂരപ്പൻ. അതിന് ആലിന്റെ ചോടുന്നോ ഗരുഡന്റെ പ്രതിമാനോ നിർബന്ധമില്ല. എല്ലാവരിലും ഗുരുവായൂരപ്പനെ കാണാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന കൂട്ടുകാരനും ആരാണ്? ഗുരുവായൂരപ്പനാണ്. തൊട്ടപ്പുറത്തിരിക്കുന്ന മുത്തശ്ശി, പ്രായമായ നമ്മളെ ഉപദേശിക്കുന്ന മുത്തശ്ശിയും ഗുരുവായൂരപ്പനാണ്. ഇടയ്ക്കിടയ്ക്ക് വിശേഷമൊന്നും ആയില്ലേ എന്ന് നമ്മൾ ചൊറിയുന്ന അമ്മായിമാരും മുത്തശ്ശി, അവരൊക്കെ ഗുരുവായൂരപ്പനാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരോടും ശരി, വളരെ പ്ലസന്റ് ആയിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും. ഒരു ഭാരവും നമുക്ക് ഉണ്ടാവില്ല. എല്ലാം ഗുരുവായൂരപ്പൻ. അങ്ങനെയുള്ള ഒരു രാജ്യം ആണ് പാവ മഹാത്മജി സ്വപ്നം കണ്ടത്, രാമരാജ്യം. എല്ലായിടത്തും രാമനുള്ള രാജ്യമാണ് രാമരാജ്യം. അല്ലാണ്ട് രാമൻ ഭരിച്ച രാജ്യമല്ല രാമരാജ്യം. കാണുന്ന ഓരോ മനുഷ്യനും നീ രാമൻ, ഞാൻ രാമൻ, അപ്പുറത്തുള്ളവനും രാമൻ, എല്ലാവരും രാമൻ. അതാണ് രാമരാജ്യം, രാമന്മാരുടെ രാജ്യം. ആ ചിന്ത ഉണ്ടാവാത്തോടത്തോളം കാലം ഇവിടെ സ്പർദ്ധ ഉണ്ടാവും. ആ ചിന്ത ഇല്ലാത്തോടത്തോളം കാലം ഞാൻ നേരത്തെ പറഞ്ഞ ഭേദബുദ്ധി ഉണ്ടാവും. ഞാൻ വേറെ, അപ്പുറത്ത് നിൽക്കുന്ന ആള് വേറെ. ഈ ചിന്ത ഇല്ലാതാക്കാനാണ് എപ്പോഴും ഭഗവാൻ, മഹാദേവനായിക്കോട്ടെ ഗുരുവായൂരപ്പനായിക്കോട്ടെ ശ്രമിച്ചിട്ടേ ഉള്ളത്. ഞാൻ വേറെ, നീ വേറെ എന്നുള്ള ചിന്ത പാടില്ല. പാവം നോക്കൂ, എത്ര പേര് പഴനിക്ക് പോയിട്ടുണ്ട്? കൈ പൊക്കൂ. അത് പൊക്കിയില്ലെങ്കിൽ ഞാൻ വിളിക്കും. എന്തുകൊണ്ടാണ് ആ സ്ഥലത്തിന് ആ പേര് വന്നത്? തൈപ്പൂയം കഴിഞ്ഞിട്ട് അധികം ദിവസം ആയിട്ടില്ല അല്ലേ? പിണങ്ങിപ്പോയി, ഒരു പഴം കിട്ടിയില്ല എന്ന് കരുതി. അമ്മ പോയി കുട്ടിയോട് പറയുന്നു, മോനെ പഴം നീ അല്ലെ, നീ തന്നെയാണ് പഴം, തിരിച്ചു വാ. എന്ത് പഴം? ജ്ഞാനപ്പഴം. എന്താണ് ഈ ജ്ഞാനം? പരമമായിട്ടുള്ള ജ്ഞാനം ഞാൻ നീ തന്നെയാകുന്നു അല്ലെ. പഴം നീ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. പാവം മല കയറി വരുന്ന ഓരോ കാവടിക്കാരനോടും മുരുകൻ പറയുന്നത് എന്താണ്? പഴം നീ തന്നെയാണ്. എന്നെ കാണാൻ വരുന്ന നീ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള പഴം. സിമ്പിൾ അല്ലേ? ഇതിപ്പോ തമിഴിലാണ്. നിങ്ങൾക്ക് സംസ്കൃതത്തിൽ കേട്ടാലേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പുറകിലുണ്ട്. നീ എന്താണോ അന്വേഷിച്ചു വന്നത് അത് നീ തന്നെയാണ്. തത്വമസി. സിമ്പിൾ. എല്ലാവരും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്, ഓരോ ഭാഷയിലാണ്. ഈ സർവധർമ്മ സമഭാവന എന്ന് പറയുന്ന ആ ചിന്തയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. എല്ലാവരിലും ഉള്ളത് ഒരേ ചൈതന്യം തന്നെ.